അപ്പൊ ഈ വീഡിയോ ഫോക്കസ് ചെയ്യുന്നത് CS സെലക്ടേഴ്സ് ആണ്. ആൾറെഡി ഫസ്റ്റ് വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റാർ വെച്ച് എങ്ങനെ സെലക്ട് ചെയ്യാം, ID, ക്ലാസ് നെയിം, ടാഗ് നെയിം വെച്ച് എങ്ങനെ സെലക്ട് ചെയ്യാന്നുള്ള കുറിച്ച് ഉള്ള വീഡിയോ ഫസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് വേറെ എങ്ങനെയൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം അതിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ മറ്റേ കാര്യം ഒന്ന് ഓട്ടിച്ച് പറഞ്ഞു തരാം. ഇപ്പൊ സ്റ്റാർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ എല്ലാ എലമെന്റും എന്റെ എല്ലാ HTML എലമെന്റും എന്ത് ചെയ്യണം, ഈ പ്രോപ്പർട്ടീസ് ഫോളോ ചെയ്യണം. അതാണ് സ്റ്റാറിന്റെ മീനിങ്. ഇപ്പൊ സ്റ്റാറിനുള്ളിൽ ഞാൻ എന്തെങ്കിലും CS പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, എല്ലാ ടാഗും ഫോളോ അപ്പ് ചെയ്യണം. ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ഇൻപുട്ട് ടാഗിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ വരാം റെഡ് ആയി. പക്ഷെ നമ്മൾ മാക്സിമം സ്റ്റാറിന്റെ അത് എന്ത് കൊടുക്കല്ലേ, ഇങ്ങനത്തെ പ്രോപ്പർട്ടി കൊടുക്കല്ലേ, മാക്സിമം ഗ്യാപ്പ് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ഒരു എക്സാമ്പിളിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു H1 ടാഗിന്റെ ടാഗ് ക്രിയേറ്റ് ചെയ്ത് അപ്പൊ തന്നെ എനിക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള സ്പേസിങ്, അപ്പൊ ഇങ്ങനത്തെ അൺവാണ്ടഡ് സ്പേസ് ആദ്യം തന്നെ റിമൂവ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയാണ് CS സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സ്റ്റാറിന്റെ അകത്ത് മാർജിൻ 0, പാഡിങ് 0, ബോക്സ് സൈസിങ്, ബോർഡർ ബോക്സ് എന്ന് പറഞ്ഞുകൊടുക്കുക. ഓക്കെ, പിന്നുള്ളത് നമ്മൾ ടാഗ് നെയിം വെച്ച് സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറയാണ് നമുക്ക് H1 ഡിലീറ്റ് ചെയ്ത് കളയാം. ഡിവിന് എനിക്ക് എന്ത് ചെയ്യണം, കളർ ചെയ്യണം. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ഞാൻ കൊടുക്കുകയാണ് div ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ്. എനിക്ക് ഇവിടെ രണ്ട് സ്ഥലത്ത് റെഡ് വന്നു. റീസൺ രണ്ട് div യൂസ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും യൂസ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ആദ്യത്തെ കമന്റ് ചെയ്യുന്നെങ്കിൽ രണ്ടാമത്തേല് മാത്രമേ ബാക്ക്ഗ്രൗണ്ട് കളർ കാണത്തുള്ളൂ. ടാഗ് നെയിം യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു എററാണ് വരുന്നത്. ഇപ്പൊ ഒന്നിൽ കൂടുതൽ ടാഗ് അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ ആ ടാഗിന് എല്ലാത്തിനും CS പ്രോപ്പർട്ടി കൊടുക്കും. അപ്പൊ CS ഇങ്ങനെയാണ് നോക്കുന്നത്, നമ്മൾ HTML അകത്ത് എവിടെയൊക്കെ div ടാഗ് വരുന്നുണ്ടോ അതിനെല്ലാത്തിനും ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി സ്പെസിഫിക് ആയിട്ട് എനിക്ക് ആദ്യത്തിന് വേണ്ട രണ്ടാമത്തേന് മാത്രം മതിയെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഈ രണ്ടാമത്തെ ഡിവിന് ഒരു ക്ലാസ് നെയിമോ ഐഡിയോ പാസ് ചെയ്യും. അപ്പൊ ഈ ക്ലാസ്സും ഈ ഐഡിയും രണ്ട് ആട്രിബ്യൂട്ട് ആണ്. ഈ ആട്രിബ്യൂട്ടിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പേര് കൊടുക്കുക, ഒരു യുണീക്ക് ആയിട്ടുള്ള പേര് കൊടുക്കുക, ഒരു നിക് നെയിം പോലെ. ഇപ്പൊ ഞാൻ ടെസ്റ്റ് ഐഡിക്ക് ടെസ്റ്റ് എന്ന് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ ടെസ്റ്റ് എന്ന് വിളിച്ചാൽ പോലും ഏത് ടാഗാണ് വിളിയേക്കുന്നത് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഈ div ടാഗ് ആയിരിക്കും. പേരെന്ന് കോൾ ചെയ്താൽ പോലും ഈ ഒരു div ടാഗ് ആയിരിക്കും. ഒരു നിക് നെയിം പോലെ, ഒരു ഇരട്ട പേര്. അപ്പൊ ഇതെങ്ങനെ ആക്സസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് ടൈം ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യണം. ഡോട്ട് ക്ലാസിന്റെ പേര്, ഇഷ്ടമുള്ള പ്രോപ്പർട്ടി. കണ്ട, ഈ div ടാഗിന് എന്തായിട്ടില്ല, ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ആയിട്ടില്ല. ഇനി ഐഡി ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് യൂസ് ചെയ്യണം, ഹാഷ് നമ്മൾ ഐഡിക്ക് എന്ത് പേരാണ് കൊടുത്തോ ആ പേര് വേണം കൊടുക്കാനുള്ള. ഞാൻ കൊടുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ. ഓക്കെ, പിന്നെ നോക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രയോറിറ്റി അല്ലെങ്കിൽ പവർ, കൂടുതലും പവർ ഉള്ളതും ഐഡിക്കാണ്, അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിന്, അത് കഴിഞ്ഞിട്ടാണ് ടാഗിനായി. ഇവിടെ നോക്ക്, ഞാൻ ആൾറെഡി ക്ലാസ് നെയിമിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ID യൂസ് ചെയ്തപ്പോൾ തന്നെ എന്തായി, ഓവർ റൈറ്റ് ആയി. അപ്പൊ ഈ ഐഡിനേക്കാളും ഓവർ റൈറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പവർ കൂടുതൽ കൊടുക്കണമെങ്കിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് ഇമ്പോർട്ട് വിളിച്ചിരുന്നാൽ മതി. അപ്പൊ എന്ത് ചെയ്യും, ഐഡിനേക്കാളും പവർ എവിടെയാണ് നമ്മളത് പാസ് ചെയ്തേക്കുന്നത് അവർക്ക് കിട്ടും. ഇതിനേക്കാളും ഓവർ റൈറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് നേരിട്ട് എന്ത് ചെയ്യണം, ഇൻലൈൻ CSS യൂസ് ചെയ്യാം. സ്റ്റൈലിന്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ട് കളർ എന്ത് കൊടുക്കുക, ഈ കളർ, സോറി, ഇമ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓവർ റൈറ്റ് ആവത്തില്ല. ഇമ്പോർട്ട് ഇല്ലെങ്കിൽ ഓവർ റൈറ്റ് ചെയ്യാൻ പറ്റിയത് ഇൻലൈൻ CSS ആണ്. ഓക്കെ, ഇനി നമുക്ക് കോമ്പിനേറ്റർ സെലക്ടേഴ്സ് നോക്കാം. കോമ്പിനേറ്റർ സെലക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ചിൽഡ്രൻസ്, അതിന്റെ ഡിസെന്റ്, താഴോട്ട് വരുന്ന ആൾക്കാർ, അതൊക്കെ വെച്ചിട്ട് എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം, പേരന്റ്, ചൈൽഡ്, അതിന്റെ സിബിലിങ്സ്, അതൊക്കെ വെച്ച് എങ്ങനെ സെലക്ട് ചെയ്യാൻ നോക്കാനുള്ളത്.
അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. എന്റെ ഈ ഇവിടുത്തെ ഡിവ് ടാഗിന് 2 ചിൽഡ്രൻസ് ആണ് ഉള്ളത്. 2 അല്ല 3 എണ്ണം ഉണ്ട്. സ്പാന്, BR, നമ്മളെ ബി ടാഗ്. തൽക്കാലം നമുക്ക് ഈ BR അവോയ്ഡ് ചെയ്തേക്കാം. 2 ചിൽഡ്രൻസ് ആണ് ഉള്ളത്. സ്പാൻ ടാഗും ബോൾഡ് ടാഗും. ഓക്കെ. അപ്പൊ നമുക്ക് എങ്ങനെ ഇതിനെ ആക്സസ് ചെയ്യാനുള്ള? എനിക്ക് ഈ ഡിവ് ടാഗിന്റെ സ്പാൻ ടാഗിന് സ്റ്റൈൽ ചെയ്യണമെന്ന് വെച്ചോ. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് എഴുതാം. ഡയറക്റ്റ് എഴുതുമ്പോൾ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേറൊരു സ്പാൻ ടാഗും കൂടി ഉണ്ട്. ഞാൻ സ്പാൻ ടാഗിനെ കൊടുക്കുന്നില്ല. സ്പാൻ ടാഗിന് ബാക്ക്ഗ്രൗണ്ട് കളറ് ഞാൻ ഇപ്പൊ ഗ്രീൻ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എന്താ 2 സ്പാൻ ടാഗിന് കളറായി. ഈ സ്പാൻ ടാഗിനും കളർ കിട്ടി, ഇതും കിട്ടി. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാനുള്ളത് കോമ്പിനേഷൻസ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഒരു യൂണിക് നെയിം കൊടുത്തിട്ട് സെറ്റ് ചെയ്യാം. അതിനേക്കാളും നമുക്ക് എന്ത് ചെയ്യാം? കോമ്പിനേഷൻസ് യൂസ് ചെയ്യാം. നമുക്ക് ആൾറെഡി നമ്മളെ ഈ ഡിവിന് ഒരു ക്ലാസ് നെയിം ID ഉണ്ട്. നമുക്ക് അത് വെച്ച് ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഡിവ് എന്ന് കൊടുത്താലും. അത് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഏതിനാണ് സ്റ്റൈൽ ചെയ്യാറുള്ള? ഈ ഡിവിനുള്ളിൽ ഇരിക്കുന്ന സ്പാൻ ടാഗിനെയാണ് സ്റ്റൈൽ ചെയ്യാറുള്ളത്. അപ്പൊ ഞാൻ അവിടെ ഏതാണ് ഡിവ് സ്പേസ് സ്പാൻ ടാഗ്, എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് അല്ല. അപ്പൊ എനിക്ക് താഴത്തേൽ മാത്രമേ എന്തായിട്ടുള്ളൂ ബാക്ക്ഗ്രൗണ്ട് കളർ വന്നിട്ടില്ല, ഈ സ്പാൻ എടുത്തിട്ടില്ല. അപ്പൊ ഇവിടെ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ എന്റെ HTML-അകത്ത് എവിടെയെങ്കിലും ഡിവ് ടാഗിന്റെ ഉള്ളിൽ സ്പാൻ ടാഗ് വരുന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഇത് കൊടുക്കണം. ഇവിടുത്തെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഈ ഡിവ് ടാഗിന് ഒരു സ്പാൻ ടാഗ് ഉണ്ടെങ്കിൽ അതിനും ആ സെയിം പ്രോപ്പർട്ടി കിട്ടും. ഓക്കെ. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ആ ഡിവിന് ഒരു ക്ലാസ് നെയിമോ IDയോ പാസ് ചെയ്യും. ഇനിയിപ്പോ ആദ്യത്തെ ഡിവ് ടാഗിന് ഒരു സ്പാൻ ടാഗ് ഉണ്ടെങ്കിൽ പോലും അതിന് ആ CS പ്രോപ്പർട്ടി കിട്ടത്തില്ല. ഇവിടെ പറയണത് എങ്ങനെയാണ്? പാരന്റ് എന്നുള്ള ക്ലാസ് നെയിം ആയിട്ടുള്ള ടാഗിന്റെ അകത്ത് സ്പാൻ ടാഗ് ഉണ്ടെങ്കിൽ അതിന് ഈ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുക. ഈ ഡിവ് ടാഗിന് വേറൊരു ചൈൽഡ് ആണ്, ഡയറക്റ്റ് ചൈൽഡ് ആണ് ബി ടാഗ്. പിന്നെ ഇവിടെ കൊടുക്കുകയാണ് പാരന്റ് ബി, ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ റെഡ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പൊ എനിക്ക് 2 ബി ടാഗിൽ റെഡ് ആയി. അപ്പൊ ഇവിടെ നോക്കാൻ നേരത്ത് ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പാരന്റ് ടാഗിന്റെ അല്ലെങ്കിൽ ആ പാരന്റ് ടാഗിന്റെ അകത്ത് ബോൾഡ് ടാഗ് ഉണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി കൊടുക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ആ പാരന്റ് ആയിട്ടുള്ള ഡിവ് ടാഗിന്റെ അകത്ത് ഇവിടെ ഒരു ബോൾഡ് ടാഗ് ഉണ്ട്, ഇവിടെ ഒരു ബി ടാഗ് ഉണ്ട്. അതുകൊണ്ടാണ് അതിന് രണ്ടിനും കളർ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് അതിന്റെ ചൈൽഡിന് തന്നെ കളർ കൊടുക്കുന്നു. ഈ ഡിവ് ടാഗിന്റെ ഡയറക്റ്റ് ചിൽഡ്രൻസ് ആണ് ഈ സ്പാൻ ടാഗ് BR നമ്മളെ ബോൾഡ്. അപ്പൊ എനിക്ക് ഡയറക്റ്റ് CSS അപ്ലൈ ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? സ്പേസിന് പകരം ഒരു ഗ്രേറ്റർ ദാൻ സൈൻ യൂസ് ചെയ്തു. അപ്പൊ റെഡ് ഡയറക്റ്റ് ചൈൽഡിന് മാത്രമേ ആക്സസ് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ തിരിഞ്ഞ പോലെ ഇവിടെ ഞാൻ ഇപ്പൊ സ്പേസ് ആണ് കൊടുത്തേക്കണമെങ്കിൽ CSS റീഡ് ചെയ്യുന്നത് എന്റെ പേരന്റ് എന്നുള്ള ടാഗിന്റെ അകത്ത് എവിടെയെങ്കിലും ബി ടാഗ് ഉണ്ടെങ്കിൽ അതിനെല്ലാത്തിനും ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ഗ്രേറ്റർ ദാൻ സൈൻ ആണ് കൊടുക്കുന്നെങ്കിൽ പേരന്റിന്റെ ഡയറക്റ്റ് ചൈൽഡ് ബി ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അവർക്ക് മാത്രമേ എന്ത് കൊടുക്കാവൂ? റെഡ് കളർ സെറ്റ് ചെയ്ത് കൊടുക്കാവൂ. ഓക്കെ. അതാണെങ്കിൽ നമുക്ക് ചെയിൻ യൂസ് ചെയ്യാം. ചെയിൻ എന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? പാരന്റ് സ്പാൻ്റെ അകത്ത് ബി ഇരിക്കും. എനിക്ക് ഇതേപോലെ എന്ത് ചെയ്യാം? ബാക്ക്ഗ്രൗണ്ട് കളർ, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ വേണ്ട, ഫോണ്ട് സൈസ് 32 px. അപ്പൊ ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ പേരന്റിന്റെ അകത്ത് സ്പാനിനുള്ളിൽ എവിടെയെങ്കിലും ബി ടാഗ് ഉണ്ടെങ്കിൽ അതിന് ഈ പ്രോപ്പർട്ടി കൊടുക്കുക. അപ്പൊ ഇതൊരു 2 കോമ്പിനേഷൻ ആണ്. സ്പേസ് ഇട്ട് കൊടുക്കുന്നതും ഗ്രേറ്റർ ദാൻ സൈൻ. ഗ്രേറ്റർ ദാൻ സൈൻ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ചൈൽഡ് ആയിരിക്കണം. ഈ ഡിവ് ടാഗിന്റെ ഡയറക്റ്റ് ചൈൽഡ് ആണ് ഈ സ്പാനും BR ബോൾഡ്. ഓക്കെ. പിന്നെ ഇതൊക്കെ റിമൂവ് ചെയ്യാം. നമുക്ക് ലിസ്റ്റിന്റെ അകത്ത് അപ്ലൈ ചെയ്ത് നോക്കാം.
അപ്പൊ ഇനി അവിടെ അൺഓർഡേഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 4 വാല്യൂസ് പാസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ക്ലാസ് നെയിം, ഒരു ഐ ഡി ഓർഡർ പാറ്റേണിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്രയുള്ള വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇതിനകത്ത് അടുത്ത 2 കോമ്പിനേഷൻ സെലക്ടേഴ്സ് പറഞ്ഞു തരാം. ഓക്കെ, എനിക്ക് വേണ്ടേ ഈ ആദ്യത്തെ ലിസ്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാ ലിസ്റ്റിനും എന്ത് ചെയ്യണം? ബാക്ക്ഗ്രൗണ്ട് കളർ യൂസ് ചെയ്യണം. ഈ റെഡ് എന്ന് പറയുന്ന ലിസ്റ്റ് ഒഴിച്ച് ബാക്കി വരുന്ന എല്ലാ ലിസ്റ്റ് ടാഗിനും ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണം. അപ്പൊ അത് ചെയ്യാൻ വേണ്ടി റെഡ് എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ചിഹ്നം, ഇതിനെ ടൈൽഡ് അങ്ങനെയാണ് ഇതിന്റെ പേര് പറയുന്നത്. നമ്മളെ കീബോർഡിന്റെ അകത്ത് ടാബിന്റെ തൊട്ട് മുകളിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ എസ്കേപ്പിന്റെ തൊട്ട് താഴെ ഇരിക്കുന്നത്. ഇതിന്റെ അകത്ത് ഞാൻ LI എന്ന് കൊടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ റെഡ് കഴിഞ്ഞ് വരുന്ന എല്ലാ ലിസ്റ്റ് ടാഗിനും ബാക്ക്ഗ്രൗണ്ട് ആവും. ആഫ്റ്റർ ആണ്. അപ്പൊ റെഡ് കഴിഞ്ഞ് എന്ന് വെച്ചാൽ ആദ്യത്തെ ഈ ലിസ്റ്റ് കഴിഞ്ഞിട്ടുള്ള എല്ലാത്തിനും എന്ത് കിട്ടും? ആ ബാക്ക്ഗ്രൗണ്ട് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ CS പ്രോപ്പർട്ടി കിട്ടും. അതാണ് ഈ സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പേര് TILD അങ്ങനെന്താ ടൈൽഡ് എന്ന് അങ്ങനെ എന്തോണ് പേര് കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. അത് നിങ്ങൾ എസ്കേപ്പ് കീയുടെ തൊട്ട് താഴെ നോക്കിയാൽ മതി, അല്ലെങ്കിൽ ടാബിന്റെ തൊട്ട് മുകളിൽ, അല്ലെങ്കിൽ നമ്പർ നമ്മളെ കീബോർഡിന്റെ ഏറ്റവും മുകളിൽ നമ്പർ ഉണ്ട് 1 2 3, അതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വരും. അപ്പൊ ഈ ടൈൽ എന്നുള്ള സിമ്പിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ ആയിരിക്കും. അത് എടുക്കാതെ അതിന്റെ അപ്പുറം ഇതിനൊക്കെയുള്ള ഏതെങ്കിലും LI ടാഗ് വരുന്നെങ്കിൽ അവർക്ക് മാത്രമേ ഈ പ്രോപ്പർട്ടി കിട്ടത്തുള്ളൂ. ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം ഇത് കഴിഞ്ഞിട്ട് ഏത് ടാഗിനാണ് പ്രോപ്പർട്ടി കൊടുക്കാറുള്ളത്. ഓക്കെ, അതേ കണക്കിന് അവിടെ പ്ലസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വേണമെങ്കിൽ ടൈഡിനകത്ത് ഇവിടെ ക്ലാസ് നെയിം ബ്ലൂ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? റെഡ് മാറ്റിയിട്ട് ബ്ലൂ എന്ന് കൊടുക്കാം. സോറി, ആണേ, കാരണം ബ്ലൂ ഇരിക്കുന്നത് ഇവിടെയാണ് ID. അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു LI ഉള്ളു. അതാണ് ഒരെണ്ണത്തിന് കിട്ടി. ഓക്കെ, നമുക്ക് അടുത്ത സിമ്പിൾ നോക്കാം. അത് പ്ലസ് ആണ്. പ്ലസ് എന്ന് പറയുന്ന നേരത്ത് അതിന്റെ തൊട്ടടുത്ത് ഏത് സിബിലിംഗ് വരുമോ, അതിന്റെ തൊട്ടടുത്ത് ആര് വരുമോ അവർക്ക് മാത്രം പ്രോപ്പർട്ടി കിട്ടുള്ളൂ. ഈ റെഡിന്റെ തൊട്ടടുത്ത് വാല്യൂ 2 എന്ന് പറഞ്ഞ ലിസ്റ്റ് ആണ് യൂസ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് ആയിട്ട് കിട്ടി. പ്ലസ് ആണെങ്കിൽ അതിന്റെ തൊട്ടടുത്തുള്ള ഒരാൾക്ക് മാത്രമേ പ്രോപ്പർട്ടി കിട്ടത്തുള്ളൂ. ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം ഏത് ടാഗാണ് ഒരാൾ. അപ്പൊ നമ്മൾ LI ആണ്ട് LI എടുത്തിട്ടുള്ള വേറെ ടാഗിനാണ് കൊടുക്കുന്നത്. പക്ഷെ അതിന്റെ തൊട്ടടുത്തുള്ളത് മാത്രമേ വരത്തുള്ളൂ. ടൈൽഡാണ് യൂസ് ചെയ്യണമെങ്കിൽ ആഫ്റ്റർ അവിടെ സ്പെസിഫൈ ചെയ്യുന്ന വേരിയബിൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വേരിയബിൾ അല്ല, നമ്മളെ ടാഗ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി അടുത്ത പറയാൻ പോകുന്നതാണ് ആട്രിബ്യൂട്ട് സെലക്ടർ. നമുക്ക് ആട്രിബ്യൂട്ട് വെച്ച് എങ്ങനെ CS സെലക്ട് ചെയ്യും? അപ്പൊ അതിനുവേണ്ടി നമ്മൾ എടുക്കാൻ പോകുന്ന എക്സാമ്പിൾ ഈ 2 ഇൻപുട്ട് ടാഗാണ്. ഒരു ടെക്സ്റ്റ് ഇൻപുട്ടും ഒരു പാസ്വേഡ് ഇൻപുട്ടും. ഇപ്പൊ സപ്പോസ് എനിക്ക് ഈ പാസ്വേഡ് എന്ന് പറഞ്ഞ ഇൻപുട്ടിന് മാത്രം എന്തെങ്കിലും സ്റ്റൈൽ ചെയ്യണം. നമ്മൾ ആൾറെഡി ക്ലാസ് ടൈമോ ID വെച്ച് തന്നെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് ആട്രിബ്യൂട്ട് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ നോക്കാൻ നേരത്ത് ഓക്കെ, ഈ 2 ഇൻപുട്ട് ടാഗിന്റെ അകത്ത് ആദ്യത്തെ ഇൻപുട്ട് ടാഗിന്റെ അകത്ത് ഒരു ആട്രിബ്യൂട്ട് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ഇൻപുട്ട് ടാഗിന്റെ അകത്ത് എത്ര ആട്രിബ്യൂട്ട് ഉണ്ട്? 2 ആട്രിബ്യൂട്ടും, ഒന്ന് ടൈപ്പും ഒന്ന് പ്ലേസ് ഹോൾഡറും. അപ്പൊ ആട്രിബ്യൂട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മളെ ടാഗ് സെലക്ട് ചെയ്യണം. അത് ടാഗ് നെയിം വെച്ചോ ക്ലാസ് നെയിം വെച്ചോ അതേപോലെ ID വെച്ചോ സെലക്ട് ചെയ്യും. എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത് ഏത് ആട്രിബ്യൂട്ട് ആണോ നമുക്ക് കോൾ ചെയ്യാം. പിന്നെ അവിടെ ടൈപ്പ് ആണ് കൊടുക്കുന്നെങ്കിൽ ഈ രണ്ടിനും എന്ത് കിട്ടും? സെയിം സ്റ്റൈൽ കിട്ടും. ഞാൻ അവിടെ കൊടുക്കുകയാണ് ടൈപ്പ് ആട്രിബ്യൂട്ട്. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ്, അതിന്റെ പാഡിങ് എന്ത് ചെയ്യാം? 14 px 22 px ആയിട്ട് കൊടുക്കുക. ടൈപ്പ് കൊടുത്തോണ്ടാണ് 2 ഇൻപുട്ട് ടാഗിനും എന്ത് കിട്ടിയ? സെയിം പ്രോപ്പർട്ടി കിട്ടിയ. കാരണം 2 ഇൻപുട്ട് ടാഗിനും ടൈപ്പ് ആട്രിബ്യൂട്ട് ഉണ്ട്.
പക്ഷെ പാസ്വേഡിന് മാത്രമേ എന്ത് ഞാൻ കൊടുത്തിട്ടുള്ളൂ, അഡീഷണൽ ആയിട്ട് ഒരു പ്ലേസ് ഹോൾഡർ കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് പ്ലേസ് ഹോൾഡർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കണ്ട ആദ്യത്തെ ഇൻപുട്ട് ടാഗിനകത്ത് സ്റ്റൈൽ ഒന്നും വന്നില്ല, പകരം പ്ലേസ് ഹോൾഡർ എവിടെ വന്നു, ടൈപ്പ് ഇൻപുട്ടിന്റെ അകത്ത് പ്ലേസ് ഹോൾഡർ എന്ന ആട്രിബ്യൂട്ട് എവിടെ വന്നിട്ടുണ്ടോ അതിന് മാത്രം സ്റ്റൈൽ ഇട്ടു. നമുക്ക് എന്ത് ചെയ്യാം, രണ്ടിനും പ്ലേസ് ഹോൾഡർ കൊടുക്കാം. രണ്ടിനും നമുക്ക് പ്ലേസ് ഹോൾഡർ കൊടുക്കാം. ഇപ്പൊ രണ്ടിനും പ്ലേസ് ഹോൾഡർ ഉള്ളതുകൊണ്ട് രണ്ടിനും എന്ത് കിട്ടി, സെയിം CSS കിട്ടി. അപ്പൊ ഇതിന്ന് എങ്ങനെ യുണീക്ക് കിട്ടുമെന്ന്, യുണീക്ക് ആയിട്ട് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആട്രിബ്യൂട്ടിന്റെ വാല്യൂസ് നോക്കണം. അപ്പൊ നമ്മളെ ഭാഗ്യത്തിന് രണ്ട് ആട്രിബ്യൂട്ടിലുള്ള വാല്യൂസും ഡിഫറെന്റ് ആണ്. ഇവിടുത്തെ ആട്രിബ്യൂട്ടുള്ള വാല്യൂസും ഡിഫറെന്റ് ആണ്, താഴത്തെ ആട്രിബ്യൂട്ട്സിന്റെ വാല്യൂസും ഡിഫറെന്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യാം, ആട്രിബ്യൂട്ട് മൊത്തത്തിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഒന്നുമില്ല, ഈ സ്ക്വയർ ബ്രാക്കറ്റിനോടുള്ള പ്ലേസ് ചെയ്ത് കൊടുത്താൽ കണ്ട. അപ്പൊ പ്ലേസ് ഹോൾഡർ യൂസർ നെയിം എന്ന് പറഞ്ഞ വാല്യൂ എവിടെ വരോ അതിന് മാത്രമേ CSS പ്ലേ ആകത്തുള്ളൂ. പിന്നെ അത് പാസ്വേഡ് എന്ന് മാറ്റിക്കഴിഞ്ഞാൽ താഴത്തേൽ മാത്രമേ CSS പ്ലേ ആകത്തുള്ളൂ. നിങ്ങൾ ചില വെബ്സൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡേറ്റ മൈനസ് ഒരു ആട്രിബ്യൂട്ട് ആണ് സ്റ്റാർട്ടിങ്ങിനകത്ത്. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ കുറച്ച് ഇൻഫർമേഷൻസ്, അഡീഷണൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചില സമയത്ത് ഡിസൈൻ ഒക്കെ ചെയ്യാം. എന്ത് ചെയ്യുക, ആട്രിബ്യൂട്ടിന്റെ അകത്ത് ഈ സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത് ഈ ഡേറ്റ വാല്യൂ അല്ലെങ്കിൽ ഡേറ്റ സെറ്റ് പാസ് കൊടുക്കുക. അപ്പൊ ഇതാണ് ആട്രിബ്യൂട്ട് സെലക്ഷൻ. പിന്നെ ഇനി അവസാനം പറയാൻ പോകുന്നത് ഒരു നെസ്റ്റഡ് ലിസ്റ്റിംഗ് ആണ്. സാസിന്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഒരു അപ്രോച്ച് ആണ്. നമുക്ക് പുതിയ CSSനകത്ത് അത് വർക്ക് ചെയ്യും, പക്ഷെ ബ്രൗസറിലെ ലേറ്റസ്റ്റ് വെർഷൻ ആയാൽ മാത്രമേ അത് എക്സിക്യൂട്ട് ആകത്തുള്ളൂ. അപ്പൊ അത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ആ ഡിവിന്റെ ഒരു എക്സാമ്പിൾ എടുക്കാം, ബാക്കിയെല്ലാം നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, ഈ ഡിവിന്റെ അകത്ത് സ്പാൻ ടാഗിന്റെ അകത്ത് ഈ ബി ടാഗിനെ എനിക്ക് ഡിസൈൻ ചെയ്യണം. അപ്പൊ നമ്മൾ കോമ്പിനേഷൻ സെലക്ടർ യൂസ് ചെയ്ത് എങ്ങനെയാണ് ചെയ്യണത്, ഡിവിനുള്ളിൽ സ്പാൻ ടാഗ് ഉണ്ടെങ്കിൽ, സ്പാൻ ടാഗിനുള്ളിൽ ബി ടാഗ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിന് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് അതിന്റെ കളർ എന്ത് ചെയ്യാം, ഒരു വൈറ്റ് സെറ്റ് ചെയ്ത്. ഓക്കെ, അപ്പൊ ഈ CSSന്റെ പുതിയ വെർഷന്റെ അകത്ത് ഒരു നെസ്റ്റഡ് ലിസ്റ്റിംഗ് ഉണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏത് ടാഗിനാണ് സെലക്ട് ചെയ്യാനുള്ള, ഡിവ് കർലി ബ്രേസ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഈ ഡിവിന്റെ അകത്താണ് ഏത് ടാഗ് ഇരിക്കുന്നത്, സ്പാൻ ടാഗ്. ഡയറക്റ്റ് അവിടെ സ്പാൻ ടാഗ് എഴുതുന്നത്. ഈ സ്പാൻ ടാഗിനുള്ളിലാണ് ബി ടാഗ്. ബി ടാഗ് എഴുതുക, അല്ലെങ്കിൽ ബേസ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുക. കളർ മാറിയണ്ട. അപ്പൊ ഈ ഡിവിന് വേറെ ഏതെങ്കിലും പ്രോപ്പർട്ടി കൊടുക്കണമെങ്കിൽ ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യണം, അതിന് പാഡിങ് കൊടുക്കണം. ഞാൻ കൊടുക്കുകയാണ്, എല്ലാ സൈഡും 20 px ഇട്ട് തരണം. ഓക്കെ, എന്നിട്ട് ആ ഡിവിന് എന്ത് ചെയ്യണം, ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ. ഇപ്പൊ ഞാൻ ബിക്കാണ് ബാക്ക്ഗ്രൗണ്ട്, ഡിവിന് ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കും. ഓക്കെ, അപ്പൊ എനിക്ക് ആ സ്പാൻ ടാഗിനാണ് എന്തെങ്കിലും പ്രോപ്പർട്ടി കൊടുക്കാനുള്ളതാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഡിസ്പ്ലേക്കകത്ത് അതിനെ ഒരു ഇൻലൈൻ ബ്ലോക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ അകത്ത് എന്ത് ചെയ്യുന്നു, ഒരു പാഡിങ് 12 px കൊടുക്കും എല്ലാ സൈഡും. എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു ബോർഡർ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, 4 px സോളിഡ് ബ്ലാക്ക്. അപ്പൊ ഇതേപോലെ നെസ്റ്റഡ് ലിസ്റ്റിംഗ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, CSS കോഡ് എഴുതാൻ പറ്റും. ഇത് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ബ്രൗസർ ലേറ്റസ്റ്റ് വെർഷൻ ആയിരിക്കണം. ഇത് സാസിന്റെ അപ്രോച്ച് ആണ്. ഇപ്പൊ ഇതിന്റെ അകത്ത് വേറെ ഹോവർ ഒക്കെ കൊടുക്കുന്നെങ്കിൽ എനിക്ക് ഈ ബി ടാഗിന് ഹോവർ കൊടുക്കണം എന്ന് വെച്ചോ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഈ ബി ടാഗിന്റെ ഉള്ളിൽ ആംബർസെന്റ് എന്ന ചിഹ്നം യൂസ് ചെയ്തിട്ട് ഹോവർ ഇവിടെ കൊടുക്കുകയാണ്, കഴ്സർ പോയിന്റർ ബാക്ക്ഗ്രൗണ്ട് കളർ
ഇത് കൊടുക്കാം, ഗ്രീൻ യെല്ലോ കൊടുക്കാം. ഇനി ആ മൗസ് ആ ബി ടാഗിനുള്ളിൽ കൊണ്ടുപോകുമ്പോൾ നോക്കിക്കോ. നമുക്ക് കളർ എന്ത് ചെയ്യാം? ബ്ലാക്ക് കൊടുക്കാം. ഇതേപോലെയാണ് സൂഡോ ക്ലാസും സൂഡോ എലമെന്റ്സ് ഒക്കെ കൊടുക്കാനുള്ള. നമ്മൾ ഈ ഡിവിന്റെ അകത്ത് ഡയറക്റ്റ് ചൈൽഡ് സ്പാനും ഉണ്ട്, ബി ആറും ഉണ്ട്, ബിയും ഉണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഒരു ഡയറക്റ്റ് ചൈൽഡേ യൂസ് ചെയ്തിട്ടുള്ളൂ, സ്പാൻ. ഇപ്പൊ എനിക്ക് ബിയും കൂടി യൂസ് ചെയ്യണമെങ്കിൽ, അതിന്റെ രണ്ടാമത്തെ ഡയറക്റ്റ് ചൈൽഡ് യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇത് സ്പാൻ ഇവിടുന്ന് ഓപ്പൺ ചെയ്ത് ഇവിടുന്ന് ക്ലോസ് ചെയ്ത് അതിന്റെ തൊട്ട് താഴെ വന്നിട്ട് അതിന്റെ അടുത്ത ഡയറക്റ്റ് ചൈൽഡ് എടുക്കുക. ഞാൻ അതിന്റെ കളർ എന്തായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം? വൈറ്റ് ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കും. അതിന് എന്ത് കൊടുക്കുന്നു? ഒരു ഹോവർ കൊടുക്കുന്നു. ആംപർസെന്റ് ഹോവർ. ഞാൻ എന്ത് ചെയ്യണ്? കളറ് ബ്ലാക്ക്, സ്കെയിലിന്റെ അകത്ത് 1.1 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. എന്നിട്ട് കൾസർ പോയിന്റർ എന്ന് കൊടുക്കും. ഇനി താഴത്തെ ബീറ്റാഗിന്റെ അവിടെ ഞാൻ മൗസ് കൊണ്ടുപോകുമ്പോൾ സ്കെയിൽ ആയില്ല. സ്കെയിലിന് പകരം എന്ത് ചെയ്യാം? ഫോണ്ട് സൈസ് ഒരു 52 കൊടുക്കാം. ഓക്കെ, 52 കൂടിപ്പോയി. ഒരു 28.